തുടക്കം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മേ ബി ഒരു സ്ത്രീ ആയതുകൊണ്ടാവാം ഇഷ്ടക്കൂടുതൽ. വിസ്മയയുടെ ഇൻ്റർവ്യൂസിലൊക്കെ ആളൊരു എക്സെൻട്രിക്, ഒരു ബബ്ലി ക്യാരക്ടറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇച്ചിരി നെർവസ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. മേ ബി അബൌട്ട് ഹർ ലുക്സ്, ഐ ഡോണ്ട് നോ. കേരളത്തിൽ സൗന്ദര്യം വാരിക്കോരി ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെ നല്ല ടാലൻ്റ് ഉണ്ടെങ്കിൽ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, അല്ലെങ്കിൽ എടുത്തിട്ട് അലക്കും. അതല്ലേ അനുപമ പരമേശ്വരൻ കണ്ടം വഴി ഓടിയത്. അപ്പോൾ വിസ്മയ പരമേശ്വരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആളുടെ അഭിനയം ഓക്കെയാണ്, നോട്ട് ദാറ്റ് ഗുഡ് ബട്ട് ജസ്റ്റ് ഓക്കെ. ഇതിൽ അഭിനയിച്ച എല്ലാവരും നമ്മുടെ മനസ്സിൽ നിൽക്കും, വെദർ ഇറ്റ്സ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്. അത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും. എനിക്ക് മിസ്കാസ്റ്റായി തോന്നിയത് മോഹൻലാലാണ് കേട്ടോ. പിന്നെ വേറൊരുത്തനെയും കൂടി പറയാം. ആദ്യം മോഹൻലാലിനെ കുറിച്ച് പറയട്ടെ. അദ്ദേഹത്തിൻ്റെ പോർഷൻസ് ഇല്ലെങ്കിലും ഫിലിം നന്നായിട്ട് ഓടും. കോഴ്സ് നല്ലൊരു സ്ക്രിപ്റ്റാണത്. മോഹൻലാലിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. ആ പോർഷൻ അത് മാത്രം എനിക്ക് ക്രിഞ്ചായി തോന്നി കേട്ടോ. പിന്നെ ഇതിൽ വേറൊരു സ്ട്രാറ്റജി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. മോഹൻലാലിനൊരു റോള് കൊടുത്താൽ ഡെഫിനറ്റ്ലി പ്രൊമോഷൻസിനൊക്കെ വരാം. അപ്പോൾ ഒരു വൈഡർ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കിട്ടും. മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്, ഐ ഡോ നോ. പിന്നെ മിസ്കാസ്റ്റ് ആയിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂറാണ്. പിന്നെ അഭിനയിപ്പിച്ചിട്ട് വെറുപ്പിച്ചിട്ടില്ല. സോ അതുകൊണ്ട് കുഴപ്പമില്ല. ദാ വന്നു ദാ പോയി. ഓൻ എന്തിനാണ് ഈ സിനിമയിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മോഹൻലാൽ ആൻ്റണി പെരുമ്പാവൂർ ഫ്രണ്ട്ഷിപ്പ് ഇസ് ഓക്കെ. പക്ഷേ ഈ എവറി സിനിമയിൽ ഇദ്ദേഹം ഇങ്ങനെ വന്നിട്ട് ഒരുമാതിരി മോഹൻലാലിനെ ഇങ്ങനെ പുകഴ്ത്തുന്നതും, ഇറ്റ്സ് എ ടോട്ടൽ ഫ്രിഞ്ച്. അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് അവരുടെ വീട്ടിൽ വെച്ചാൽ പോരെ. എന്തിനാണ് എല്ലാ സിനിമയിലും ഇതുപോലെ കാണിച്ചിങ്ങനെ വെറുപ്പിക്കണത്? പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ടതാണ് കേട്ടോ, ഇതിലെ വില്ലൻ എജ്ജാതി വില്ലനാണ് കേട്ടോ. ഫിലിം പ്രോഗ്രസ് ചെയ്യുന്നവരും അദ്ദേഹത്തിനോടുള്ള ദേഷ്യം അതുപോലെ തന്നെ കൂടും. കിഡു വില്ലൻ. പിന്നെ ജൂഡിനോടൊരു വലിയ താങ്ക്സ് പറയാനുണ്ട്. നെഗറ്റീവ് സീൻസൊക്കെ വരുമ്പം അതൊത്തിരി അങ്ങ് കാണിച്ചിട്ടില്ല കേട്ടോ. ഫിലിം ആണെങ്കിൽ പോലും ഇങ്ങനത്തെ സീൻസൊക്കെ കണ്ട് നിൽക്കാൻ തന്നെ പറ്റില്ല. അങ്ങോട്ട് പറഞ്ഞാൽ മതി, മനസ്സിലാകും. പിന്നെ ചിപ്പീനെ കുറിച്ച് പറയാനുള്ള വെച്ചാൽ, എൻ്റെ ചെറുപ്പത്തിൽ ഓളെ എങ്ങനെയാണോ കണ്ടിരുന്നത് ഏറെക്കുറെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും. ഓൾക്ക് ഏജ് ആകണില്ല എന്ന് തോന്നുന്നുണ്ട്. വല്ലാത്തൊരു പ്രതിഭാസമാണ് കേട്ടോ. ഫിലിം ഇൻ ടോട്ടൽ ഗുഡാണ്, നല്ല എൻഗേജിങ് ആണ്. നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ നെഗറ്റീവ് സീൻസ് ഇല്ല. ചില സീൻസൊക്കെ കാണുമ്പോൾ ഭയങ്കര ഗൂസ് ബംസ് ആണ് കേട്ടോ. ഇറ്റ്സ് റിയലി വർത്ത് വാച്ച് ഇൻ തിയേറ്റർ. ഈ ഫിലിം കണ്ടപ്പോഴാണ് ചെറുപ്പത്തിലൊരു കാര്യം ഓർമ്മ വന്നത്. ഐ എം ഡാർക്ക്. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കന്നാലി ഭദ്രകാളി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു കേട്ടോ. ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെയൊക്കെ കേൾക്കുമ്പം. അപ്പോൾ ഞാൻ പറഞ്ഞു, പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്, ഇറ്റ് ഹേർട്ട്സ് എ ലോട്ട്. പക്ഷേ ആ കന്നാലി എവിടെ കേൾക്കാൻ, പീക്ക് ലെവല് കളിയാക്കലായിരുന്നു. സോ ഐ ജസ്റ്റ് കെയിം ഹോം ആൻഡ് ടോൾഡ് മൈ ഫാദർജി സോ ആൻഡ് സോ ഹാപ്പനിങ്. അപ്പോൾ ഫാദർജി പറയുകയാണേ, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എന്തുട്ട ഭവന്തു. നെക്സ്റ്റ് ഡേ ആയി ആ കന്നാലി വീണ്ടും കളിയാക്കി. ഐ ജസ്റ്റ് വെൻ നിയർ ഹിം. എന്നിട്ട് ഞാൻ പറഞ്ഞു, ലോക സമസ്ത സുഖിനോ ഭവൻ ധു. ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ ആയിട്ട് ക്ലാസ്സിൻ്റെ മുന്നിൽ നിൽക്കേണ്ടി വന്നു. ബട്ട് ദാറ്റ് മൊമെൻറ്റ് ഐ വാസ് സോ ഹാപ്പി. ഐ വാസ് ഇൻ ദ മൂൺ. തിരിച്ചടിച്ചല്ലോ. നമ്മുടെ ലൈഫിൽ ടു ബി ഫ്രാങ്ക്, നോട്ട് എവറിബഡി വിൽ ബി ദെയർ ഫോർ യു. ബട്ട് എന്നും നമ്മൾ നമുക്ക് വേണ്ടി നിൽക്കുന്നു, ആ വൈബ് തന്നെ വേറെയാണ് കേട്ടോ. ആ ഒറ്റ ഇൻസിഡൻറ്റ് കൊണ്ട് ആ കന്നാലി നന്നായി. ശുഭം.